Hi everyone. In last class we discussed about long-term capital gain. Long-term capital gain means gain or income arising from the transfer of long-term capital asset. long-term capital asset ആവാനുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. ചില ടൈം പീരീഡ് ഉണ്ട് 12, 24 ആൻഡ് 36. ഈ പീരീഡിനേക്കാളും മേലെ ഒരു അസറ്റ് യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുക, അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാനുള്ള ഫോർമാറ്റാണ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഇൻഡെക്സ് ചെയ്ത കോസ്റ്റ് ഓഫ് ആക്വിസിഷനും ഇൻഡെക്സ് ചെയ്ത കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യുക. ഇനി ഇതിൽ വരുന്ന രണ്ട് അഡീഷണൽ പ്രൊവിഷൻസ് ആണ്. ഒന്ന് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും രണ്ട് അക്വിസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ബിഫോർ 1/4/2001 ആണെങ്കിൽ അത് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1/4/2001 മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ കൺസിഡർ ചെയ്യില്ല. അതായത് അതിൻ്റെ ഇൻഡെക്സേഷനും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇൻ ദ കേസ് ഓഫ് അസറ്റ്സ് അക്വേർഡ് ബിഫോർ 1/4/2001, അതായത് അക്വിസിഷൻ 1/4/2001 മുൻപ് നടക്കുകയാണെങ്കിൽ ആ അക്വിസിഷൻ്റെ കോസ്റ്റും ഫെയർ മാർക്കറ്റ് വാല്യൂ, ആ ഒരു പീരീഡിലെ മാർക്കറ്റിലെ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് ഏത് വാല്യൂ ആണോ കൂടുതലായിട്ടുള്ളത് അത് നമ്മൾ എടുത്തിട്ട് ആ ഒരു വാല്യൂമേലാണ് ഇൻഡെക്സേഷൻ നടത്തുക. ഏതൊരു അസറ്റിൻ്റെ അക്വിസിഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പറയുമ്പോഴും 1/4/2001 മുൻപാണോ ശേഷമാണോ എന്ന് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് 1/4/2001 മുൻപാണെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അക്വിസിഷൻ 1/4/2001 മുൻപാണെങ്കിൽ അക്വിസിഷൻ കോസ്റ്റും ഫെയർ മാർക്കറ്റ് വാല്യൂ FMV കമ്പയർ ചെയ്യും. അതിൽ ഹയർ ഏത് വാല്യൂ ആണോ അതിന്മേലാണ് നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ് 5 ലക്ഷം രൂപ, FMV ഫെയർ മാർക്കറ്റ് വാല്യൂ 25 ലാക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അസറ്റ് 1/4/2001 മുൻപാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 5 ലാക്കും 25 ലാക്കും കമ്പയർ ചെയ്യുമ്പോൾ FMV ആയ 25 ലാക്കാണ് ഹയർ. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ അക്വിസിഷൻ കോസ്റ്റായിട്ട് എടുക്കേണ്ടതും ഈ 25 ലാക്കിൻ്റെ ഇൻഡെക്സേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇവിടെ രണ്ട് ഹൗസസിൻ്റെ ഇവിടുത്തെ അസറ്റ് എന്ന് പറയുന്നത് ഹൗസാണ്. അറിയാം അതർ അസറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണിത്. അപ്പോൾ 3 ഇയേഴ്സിന് മേലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. പിന്നെ നമുക്ക് താഴെ CII കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഹൗസ് 1ൻ്റെയും ഹൗസ് 2ൻ്റെയും ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഒന്ന് ക്യാപിറ്റൽ ഗെയിനും മറ്റ് ഹൗസിൻ്റെ ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇവിടെ ഹൗസ് 1, ഹൗസ് 2 അങ്ങനെ സെപ്പറേറ്റ് ഹൗസസ് ആണ്. നമുക്ക് ഹൗസ് 1ൻ്റെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം സെയിൽസ് മൈനസ് നെറ്റ് സെയിൽസ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഇക്വേഷൻ. ഹൗസ് 1ൻ്റെ സെയിൽസ് 12 ലാക്കാണ്. അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് ആയ 25,000 ഡിഡക്റ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കുക കേട്ടോ, എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ സെയിൽസിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ നമുക്ക് 11,75,000 കിട്ടും. ഇതിൽ ഡൗട്ട് വരാൻ ചാൻസസ് ഒന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം ഈ നെറ്റ് സെയിൽസ് കൺസിഡറേഷനിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിഡക്റ്റ് ചെയ്യണം. അക്വിസിഷൻ 1/4/2001 മുൻപാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഫെയർ മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3,80,000 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 3,50,000 ആണ്.
അപ്പോൾ ഇതിൽ ഹയർ വൺ എന്ന് പറയുന്നത് 3,80,000 ആണ്. അതിൻ്റെ ഇൻഡെക്സേഷനാണ് നമ്മൾ ചെയ്യുന്നത്. 3,80,000 ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത, അതായത് സെയിൽ നടക്കുന്ന ഇയറിലെ CII നമുക്കറിയാം 301 ആണ് 2021 പ്രീവിയസ് ഇയറിലെ CII. അപ്പോൾ 301 എഴുതും, ഡിവൈഡഡ് ബൈ 100. 100 എന്ന് പറയുന്നത് എന്താണ്? അക്വിസിഷൻ ചെയ്തിട്ടുള്ള ഇയറിലെ CII ആണ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 11,43,800 കിട്ടും. ഇനി ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അഡീഷണൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1999 ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, 20,000 റുപ്പീസ് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 2001 മുൻപ് നടന്നിട്ടുള്ളതാണ് ഇത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. ഇവിടെ അതിൻ്റെ ഇൻഡെക്സേഷനും ചെയ്യേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു കോസ്റ്റ് ഓഫ് അഡീഷണൽ എക്സ്പെൻസസ് വരുന്നുണ്ട്. ആ ഒരു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 3 lakh റുപ്പീസാണ്. അതിൻ്റെ ഇൻഡെക്സേഷൻ ചെയ്യണം. അപ്പോൾ 3 lakh ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത 301, ദെൻ ആ ഇംപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസസ്, അഡീഷണൽ മെയിൻ്റനൻസ് നടന്ന ഇയറിലെ CII 220 അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ ആ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വരുന്ന CIIകളെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. മെയിൻലി ട്രാൻസ്ഫറിനെ മാത്രം നോക്കിയാൽ മതി, മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അത് കാണുമ്പോൾ 4,10,456 കിട്ടും. ടോട്ടൽ അക്വിസിഷനും ഇംപ്രൂവ്മെൻറ്റിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് 15,54,256 ആണ്. അപ്പോൾ അത് ഈ നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് ആയ 11,75,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ 3,79,256 ലോസാണ്. നമുക്കറിയാം സെയിൽസിനേക്കാളും കൂടുതലാണ് ഇവിടെ എക്സ്പെൻസസ് വരുന്നത്. അപ്പോൾ അവിടെ ലോസാണ് 3,79,256. അപ്പോൾ ഹൗസ് 1ൻ്റെ ക്യാപിറ്റൽ ലോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഹൗസ് 2ൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇതും ആ ഫോർമാറ്റിൽ എഴുതുക. സെയിൽസ് 98 lakh ആണ്. ദെൻ അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് 50,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 97,50,000 നമുക്ക് നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് കിട്ടും. ഇനി ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ ഡിഡക്റ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ആക്വിസിഷൻ 1/4/2021 മുൻപുള്ളതായതിനാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആക്വിസിഷൻ്റെ വാല്യൂവും FMVയും കമ്പയർ ചെയ്യണം. അപ്പോൾ 5 lakh ആക്വിസിഷൻ കോസ്റ്റും FMV ഫെയർ മാർക്കറ്റ് വാല്യൂ 25 lakh ആണ്. അപ്പോൾ അതിൽ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 25 lakh ആണ്. ആ 25 lakh ഇൻറ്റു CII ഫോർ ദ ട്രാൻസ്ഫർ 301 ഡിവൈഡഡ് ബൈ CII ഫോർ ദ അക്വിസിഷൻ 100. 75,25,000 ഇൻഡെക്സേഷൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 1/4/2001 മുൻപ് വരുന്ന അക്വിസിഷൻ ഈ ക്വസ്റ്റ്യനിൽ ഒരെണ്ണം വരുന്നുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കുക. അത് നമ്മൾ ഇതിനകത്ത് എടുക്കില്ല. മറ്റ് ഒരു ഐറ്റം വരുന്നത് 15 lakh അഡീഷണൽ മെയിൻ്റനൻസ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സേഷൻ ചെയ്യുക. 15 lakh ഇൻറ്റു 301 ട്രാൻസ്ഫർ ചെയ്ത CII ഡിവൈഡഡ് ബൈ ആ ഇംപ്രൂവ്മെൻറ്റ് വന്ന ഇയറിലെ CII 220 20,52,273 കിട്ടും. അപ്പോൾ ഈ അക്വിസിഷൻ കോസ്റ്റും ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റും ആഡ് ചെയ്യുമ്പോൾ 95,77,273 കിട്ടും. അത് നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് ആയ 97,50,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നത്, 1,72,727. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഹൗസ് 1ൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസും ഇത് 3,79,256ഉം ഹൗസ് 2ൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് 1,72,727. ഇത് രണ്ടും അതായത് ലോസ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 3,79,256 നിന്ന് 1,72,727 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 2,06,529 നമുക്ക് എന്ത് കിട്ടും? ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് കിട്ടും. ഓക്കെ, ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ കാര്യം ഓർക്കുക. അതായത് അക്വിസിഷൻ 1/4/2001 മുൻപുണ്ടെങ്കിൽ അക്വിസിഷൻ കോസ്റ്റും FMV കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ ആണ് നമ്മൾ എടുക്കുക ഇൻഡെക്സേഷന്. അതുപോലെ തന്നെ 1/4/2001 മുൻപ് എന്തെങ്കിലും കോസ്റ്റ് ഓഫ് അഡീഷണൽ കൺസ്ട്രക്ഷൻ അതായത് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ്
ചെയ്യില്ല. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എപ്പോഴും അതിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യും. മറ്റൊരു പ്രൊവിഷൻ വരുന്നതാണ് കോസ്റ്റ് ടു പ്രീവിയസ് ഓണർ. അതായത് മുൻപ് ഒരു വ്യക്തി യൂസ് ചെയ്തിരുന്ന ഒരു അസറ്റ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മുൻപ് യൂസ് ചെയ്തിരുന്ന വ്യക്തിനെ പറയുന്ന പേരാണ് പ്രീവിയസ് ഓണർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കേസിൽ കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അക്വിസിഷൻ കോസ്റ്റ്, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്ക് അത് പർച്ചേസ് കോസ്റ്റായിട്ട് മാറാണ് ചെയ്യുക. മെയിൻലി സംഭവിക്കുന്ന കേസസാണ് താഴെ പറയുന്നത്. അപ്പോൾ 1-2 നോക്കി വയ്ക്കുക. അതായത് നമുക്കറിയാം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതിൻ്റെ മെമ്പേഴ്സിന് നമ്മൾ പാർഷ്യലായിട്ട് എന്തെങ്കിലും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ വിൽ പത്രപ്രകാരം ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് നമ്മൾ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുക, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് ഏത് വ്യക്തിയാണോ ആളുടെ അക്വിസിഷൻ കോസ്റ്റ് ആയിട്ടായിരിക്കും അത് കണക്കാക്കുക. ഈ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതി നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബ്ലെയർ. ഓക്കെ, ആള് ഇന്ത്യയിൽ റെസിഡൻ്റ് ആണ്. അയാളുടെ ഹൗസ് ഇൻ സിംഗപ്പൂർ പർച്ചേസ്ഡ് ഇൻ 1990 അറ്റ് എ കോസ്റ്റ് ഓഫ് 2 lakh. അതായത് അക്വിസിഷൻ നടക്കുന്നത് 1990-ലാണ്. 2 lakh റുപ്പീസിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് 1998-ൽ ചാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ബ്ലെയർ സൺ ഓഫ് ബ്ലെയർ ആണ്, ബ്ലെയറിൻ്റെ സണ്ണാണ്, ആ വ്യക്തിക്ക് എന്ത് ചെയ്യാണ്, ആ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്ന് പറയുന്നത് ആരാണ്? റിച്ചാർഡാണ്. ആ റിച്ചാർഡ് ആ ഹൗസ് പ്രോപ്പർട്ടി കിട്ടിയതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, അതിനെ റീമോഡൽ ചെയ്യുന്നു. അതായത് അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് കോസ്റ്റ് 10 lakh റുപ്പീസ് വരുന്നുണ്ട്. അല്ല, അതിന് ശേഷം 2021, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ അസസ്സിയായ റിച്ചാർഡ് എന്ത് ചെയ്യുന്നു, 75,40,000 റുപ്പീസിന് ആ വീട് വിൽക്കാണ്. അപ്പോൾ അവിടെ സെല്ലിംഗ് എക്സ്പെൻസസ് വരുന്നുണ്ട് 40,000. കമ്പ്യൂട്ട് ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഇഫ് എനി ഫോർ ദ ഇയർ 2021. അതായത് നമ്മൾ 2021-ൽ പ്രീവിയസ് ഇയർ ആയിട്ട് എടുത്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഒരു ക്ലോസും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അസ്യൂമിങ് ദാറ്റ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഹൗസ് ഓൺ 1/4/2001 വാസ് 15,20,000. അപ്പോൾ നമ്മൾ അക്വിസിഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞു, ആ ബ്ലെയർ എന്ന് പറഞ്ഞ വ്യക്തി പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റാണ്. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിച്ചാർഡിൻ്റെ പർച്ചേസ് കോസ്റ്റ് എന്തായിട്ട് മാറും, 2 lakh റുപ്പീസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പർച്ചേസ് കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. ബാക്കിയെല്ലാം തന്നെ ഇവിടെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ സെയിൽസ് നമുക്കറിയാം 75,40,000 ആണ്. അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസസ് ആയ 40,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 75 lakh എന്ത് വരും, സെയിൽസ് കൺസിഡറേഷൻ വരും. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ആക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യണം. അറിയാം, ഇത് 1/4/2001 മുൻപ് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. 90s അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അക്വിസിഷൻ കോസ്റ്റും ഫെയർ മാർക്കറ്റ് വാല്യൂം വെച്ച് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ അക്വിസിഷൻ കോസ്റ്റ് 2 lakhഉം FMV ഫെയർ മാർക്കറ്റ് വാല്യൂ 15,20,000 ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 15,20,000 ആണ്. ഇതിനെ ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ 15,20,000 ഇൻറ്റു കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ 301 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 100 ക്യൂർ ചെയ്ത സമയത്ത് CII. ഓക്കെ, അപ്പോൾ നമുക്ക് 45,75,200 അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് അക്വിസിഷൻ കിട്ടും. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പറയുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ഒരു ഫ്ലോറും കൂടെ എടുക്കുന്നു, മെയിൻ്റനൻസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. 10 lakh റുപ്പീസാണ് അതിന് വരുന്നത്. അതിനെയും ഇൻഡെക്സ് ചെയ്യുക. നമുക്കറിയാം CII ഫോർ ദ ട്രാൻസ്ഫർ 301ഉം ഇംപ്രൂവ്മെൻറ്റ് CII 117 അപ്പോൾ 25,72,650 കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് ഇംപ്രൂവ്മെൻറ്റും നമുക്ക് കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 71,47,850 കിട്ടും. അതെന്ത് ചെയ്യണം, നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് ആയ 75 lakhൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ 3,52,150 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇത് എളുപ്പമാണ്. ഈ പ്രോബ്ലം കൂടെ നോക്കാം കേട്ടോ. ഈ ഒരു പ്രോബ്ലം കൂടെ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.
ഇത് ഹോം വർക്കാണ് കേട്ടോ. അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ്ലി നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുണ്ട്, ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ബില്ലിംഗ് അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസസും ഉണ്ട്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്, ട്രൈ ചെയ്യുക. താങ്ക്